തലശ്ശേരിയിൽ സ്റ്റേഡിയത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ പ്രിയങ്കുന്ന ഷൗക്കത്ത് അലി ഏറോത്തോടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ തലശ്ശേരിയുടെ പരിച്ഛേദങ്ങളായ ആൾക്കാരൊന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഷൗക്കത്ത് പറയും, എന്തിനാണ് വന്നത്? നമ്മള് ബാംഗ്ലൂരേക്ക് ഒരു ചുരമില്ലാ പാത, തുരങ്കമില്ലാ പാത, പരിസ്ഥിതി ആഘാതമില്ലാത്ത പാത, സമയനഷ്ടമില്ലാത്ത പാത, ട്രാഫിക് ഇല്ലാത്ത പാത, അങ്ങനെ ഒരു സ്വപ്നമായിട്ട് 1960കളിൽ നമ്മുടെ പൂർവികർ ഇറങ്ങിയതാണ്. ഒരുപാട് ശ്രമിച്ചു, ഒരുപാട് എഫേർട്ട് ഇട്ടു. മന്ത്രിതലത്തിൽ, MLA തലത്തിൽ, MP തലത്തിൽ, കേന്ദ്ര സർക്കാരിലൊക്കെ ചുമതല ചെലുത്തി. ആയിട്ടില്ല. ഇപ്പോഴും നമ്മൾ വിട്ടിട്ടില്ല. ഇപ്പോഴത്തെ ഒരു പോസിറ്റീവ് ഘടകം എന്ന് പറയുന്നത് ഈ നാദാപുരം, മാനന്തവാടി MLA-മാരും ചുറ്റുവട്ടമുള്ള MLA-മാരും ഒക്കെ നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്. അവർക്കും ഇത് വലിയൊരു പ്രൊജക്റ്റായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. മുമ്പുള്ളവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ തവണത്തിലുള്ള വ്യത്യാസം, ഇത് ഒരു വാണിമേൽ, വെലങ്ങാട്, കുഞ്ഞോം, വെള്ളമുണ്ട എന്നതിനപ്പുറം തലശ്ശേരി, വെലങ്ങാട്, കുഞ്ഞോം, മാനന്തവാടി, ബാംഗ്ലൂർ, അല്ലെങ്കിൽ വടകര, നാദാപുരം, വെലങ്ങാട്, കുഞ്ഞോം, മാനന്തവാടി, ബാംഗ്ലൂർ ചുരമില്ലാ പാത എന്ന തരത്തിൽ ബൃഹത്തായി മാറുകയാണ്. കൂടുതൽ ജനങ്ങളെ അടുത്ത് പിടിപ്പിക്കാൻ തലശ്ശേരി സ്ട്രെച്ച്, വടകര സ്ട്രെച്ച്, മാനന്തവാടിയിൽ അങ്ങോട്ട് പോകുന്നത് മുഴുവൻ അടുപ്പിക്കാൻ വേണ്ടി ഒരു ജനകീയമായ ഒരു സമ്മർദ്ദ ഗ്രൂപ്പിന്റെ ശ്രമത്തിലാണ്. അതിനുവേണ്ടി ഓഗസ്റ്റ് 15 നമ്മളൊരു അഡ്വോക്ക് കമ്മിറ്റി രൂപീകരിക്കുന്നു. ഇവിടെ തലശ്ശേരി സോണിന് വേണ്ടി മാത്രമായി നമ്മൾ ടീമിനുണ്ടാക്കാന്നാണ് ഇവർ പറയുന്നത്. ആ തരത്തിൽ ഇവിടുന്നും ഒരു പ്രഷർ പോവുക, ആ തരത്തിലുള്ള പ്രഷർ ഗ്രൂപ്പായി നിലനിൽക്കുക, ആ തരത്തിൽ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും ഭരണകൂടത്തിനും ആ തരത്തിലുള്ള പ്രഷർ ഗ്രൂപ്പായിട്ട് ഇത് സാധ്യമാക്കുക. അങ്ങനെ ബാംഗ്ലൂരിലേക്ക് ഏറ്റവും വേഗത്തിലെത്തുന്ന ഒരു പാതയാക്കി, ചുരമില്ലാത്ത, തുരങ്കമില്ലാത്ത, ട്രാഫിക് ഇല്ലാത്ത, സമയനഷ്ടമില്ലാത്ത ഒരു പാത ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. താങ്ക് യു. നമ്മൾ ഇന്ന് കാരായി രാജേട്ടനെയും അതുപോലെ തന്നെ നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സണെയും അതുപോലെ തലശ്ശേരി വികസന വേദി, തലശ്ശേരി സാമൂഹിക സാംസ്കാരിക ഘട്ടത്തിലുള്ള എല്ലാവരെയും കാണാൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു അല്ലേ? താങ്ക് യു. ജയ് തലശ്ശേരി, ജയ് കേരള.